ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിൽ കിഴക്കഞ്ചേരിക്കാവ് ജംഗ്ഷനിൽ ഏകദേശം 500-600 മീറ്റർ ഡിസ്റ്റൻസ് മാറിയിട്ട് ഈ കാണുന്ന ഒരു പ്രോപ്പർട്ടിയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ പ്രോപ്പർട്ടി പറയുകയാണെങ്കിൽ 5.60 സെൻറ്റ് സ്ഥലം, 1700 സ്ക്വയർ ഫീറ്റ് വീട്, 3 ബെഡ്റൂം ഉണ്ട്, 3 അറ്റാച്ച്ഡ് ആണ്. അതിൽ 2 ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയുള്ളത്, 1 ബെഡ്റൂം മേലെയുള്ളത്. കംപ്ലീറ്റ് LED കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മനോഹരമാക്കി വെച്ചിട്ടുള്ള ബ്രാൻഡ് ന്യൂ വീടാണ്. ഇവിടെ നമുക്ക് പാലക്കാട് ടൗണിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ തന്നെ ധാരാളം. നമ്മൾ മേപ്പറമ്പൊക്കെ എത്താൻ 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് മേപ്പറമ്പ് എത്തിപ്പെടാൻ പറ്റും. വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി. വെള്ളത്തിൻ്റെ സോഴ്സ് പറയുകയാണെങ്കിൽ ബോർവെല്ലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചുറ്റുവട്ടം നോക്കാം. ഫ്രണ്ടിലൊക്കെ ടൈൽസൊക്കെ പതിച്ച് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. കാർ പോർച്ച്. നമുക്ക് 2 ഗേറ്റാണുള്ളത്. ഒന്ന് കാറ് കയറാനായിട്ട് ഇവിടെ വലിയ ഗേറ്റും അവിടെ ഫ്രണ്ടിൽ ചെറിയൊരു ഗേറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ള് കണ്ടില്ല, LED ഒക്കെ കൊടുത്ത് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഫുള്ള് ഗാർഡനിങ് കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത്. ചുറ്റുവട്ടം കംപ്ലീറ്റ് ആയിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ജനലുകളൊക്കെ കൊടുത്തിരിക്കുന്നത് UPVCയിലാണ്. ബാക്ക് സൈഡിൽ ഇത്രയും സ്പേസ് ആണുള്ളത്. അത്യാവശ്യം സ്പേസ് നമുക്ക് ബാക്കിലും കിട്ടുന്നുണ്ട്, സൈഡിലും കിട്ടുന്നുണ്ട്. ഫ്രണ്ടിലാണ് കുറച്ച് കൂടുതൽ സ്പേസ് വിട്ടിരിക്കുന്നത്. കംപ്ലീറ്റ് വർക്കും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇതിനകത്ത് നമുക്ക് ബാത്റൂമിനകത്ത് ക്ലോസറ്റും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള വർക്ക് മാത്രമേ ഉള്ളൂ പെൻഡിങ്. എല്ലാവർക്കും ഫിനിഷ് ചെയ്ത് കീ നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ടാവും. കണ്ടില്ല, LED ഒക്കെ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. കയറുമ്പോൾ തന്നെ അതിവിശാലമായിട്ടുള്ളൊരു സിറ്റ് ഔട്ട് ഏരിയ കണക്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. നല്ലൊരു തേക്കിൻ്റെ ഡോറ്, അത് ഓപ്പൺ ചെയ്ത് വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് കം ഡൈനിങ് സ്പേസാണ് ഇവിടെ കിട്ടുന്നത്. എല്ലാ LED ലൈറ്റ്സ് ഒക്കെ മേലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇരിക്കാൻ പാകത്തിന് നല്ലൊരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ജനലോട് ചേർന്ന് തന്നെ വിശാലമായിട്ടുള്ള ഒരു ഹാളാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചണാണ്. നമുക്കൊരു കർട്ടൺ വെച്ച് നമുക്ക് ഡൈവേർട്ട് ചെയ്തെടുക്കാം. ഇവിടെയും ഹാളും ഡൈനിങ് ഹാളും തമ്മിൽ നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ ഒരു കർട്ടൺ കൊടുത്താൽ മതിയാവും. ഇവിടെയാണ് വാഷ് ബേസിൻ്റെ ഏരിയ. ഈ ലാസ്റ്റ് ജനലിനോട് ചേർന്ന് അവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വാഷ് ബേസിനുകൾ അതുപോലെ തന്നെ ക്ലോസറ്റുകൾ ഇതൊക്കെയാണ് ഫിറ്റ് ചെയ്യാൻ ബാലൻസ് ഉള്ളൂ. ബാക്കി എല്ലാ വർക്കും കംപ്ലീറ്റഡ് ആണ്. 2 ബെഡ്റൂം താഴെയുള്ളത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആണല്ലേ, വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. ഇവിടെ നമുക്ക് വാഷ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് കാണാം. നല്ല വലിപ്പമുള്ള വാഷ്റൂം തന്നെയാണ്. ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് അടുത്ത ബെഡ്റൂമും വരുന്നത്. അങ്ങനെ 2 ബെഡ്റൂം നമുക്ക് താഴെ കിട്ടുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട് താഴെ 2 ബെഡ്റൂം കിട്ടുമെന്നുള്ളത്. കാരണം വെച്ചാൽ വയസ്സായിട്ടുള്ള അമ്മയും അച്ഛനൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ബെഡ്റൂമും ഇപ്പോൾ നമുക്കായാലും നമുക്കൊരു ബെഡ്റൂം, അങ്ങനെ കുട്ടികൾക്കൊക്കെ മേലെ ആയാലും കുഴപ്പമില്ല. അങ്ങനെ 2 ബെഡ്റൂം താഴെ ചോദിക്കുന്ന ഒരുപാട് പേർക്ക് നല്ലൊരു ഓപ്ഷനാണ്. പാലക്കാട് ടൗണിൽ നിന്ന് നമുക്ക് വലിയ ദൂരമൊന്നും വരുന്നില്ല. വളരെ നിയറസ്റ്റ് ആയിട്ട് തന്നെ നടക്കുന്നതാണ്. ഓപ്പൺ ആയിട്ടുള്ള കിച്ചണാണ്. ഇവിടെ ഒരു വർക്ക് ഏരിയ പോർഷൻ കൂടി അവർ ഓപ്പൺ കിച്ചണിലേക്ക് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് വീടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കിച്ചൺ ഫ്രണ്ടിലോട്ട് നമുക്ക് വ്യൂവും അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു വർക്ക് ഏരിയ സെപ്പറേറ്റ് എക്സ്ട്രാ വെളിയിൽ എടുക്കണമെങ്കിൽ നമ്മൾ വെളിയിൽ അവിടെ ഇൻ്റർലോക്ക് നമ്മൾ നടന്ന ആ സ്ഥലത്ത് ഒരു ഡ്രസ് വർക്ക് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ വർക്ക് ഏരിയ ഓപ്പൺ ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടാവും. ഇതാണ് താഴെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. സ്റ്റെയർ കേസ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. നല്ല മരത്തിൻ്റെ കളറിലുള്ള അതുപോലുള്ള ടൈൽസ്, ഗ്രിപ്പുള്ള ടൈൽസാണ് സ്റ്റെയറിലെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു കയറി പോകുമ്പോൾ സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു ഫാമിലി ലിവിങ് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിനോട് ചേർന്ന് ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലൊരു ബെഡ്റൂം, ഇവിടെ ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ഇതും അറ്റാച്ച്ഡ് ആണ്. ഈ ബെഡ്റൂമിൻ്റെ ഒരു ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച് ആയിട്ടുള്ള. അപ്പോൾ 3 ബെഡ്റൂം ഉണ്ട്, 3ഉം അറ്റാച്ച്ഡ് ആണ്. ഇവിടെ നമുക്ക് ബാൽക്കണി
ഇഷ്ടം പോലെ വീടുകൾ നിറഞ്ഞൊരു ഏരിയ തന്നെയാണ്. ഇഷ്ടം പോലെ ചുറ്റുവട്ടം ഫുള്ളായിട്ട് വീടുകൾ തന്നെയാണ് ഉള്ളത്. ഇവിടെ നമ്മൾ ഒരു ഓപ്പൺ ടെറസ് ഏരിയ ഇവിടെ കിട്ടുന്നുണ്ട്. ശരിക്കും നമുക്കൊരു ഫാമിലി ഫംഗ്ഷനൊക്കെ വെക്കാൻ പാകത്തിന് അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ഏരിയ തന്നെയാണ്. അത് പുറമേ നിന്ന് കാണാത്ത രീതിയിൽ ഇവിടെ ഹൈറ്റിൽ കൊടുത്ത് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് ആ ഏരിയ. പടിഞ്ഞാറുന്ന് സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ആ ഒരു വെളിച്ചം നമുക്കിവിടെ ക്ലിയറായി കാണാം. ഇവിടെ നമുക്ക് ടോപ്പിലേക്ക് പോകാനുള്ള സ്റ്റെയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമുക്ക് ഓപ്പൺ ടെറസ് ഏരിയ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇതുവഴി നമുക്ക് ഏറ്റവും ടോപ്പിൽ കയറി നോക്കാം. വാട്ടർ ടാങ്ക് അവിടെ വെച്ചിട്ടില്ല. ഓപ്പൺ ടെറസിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ടെറസ് ഏരിയ തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. കണ്ടില്ല, ചുറ്റും ഇഷ്ടം പോലെ വീടുകളാണ്. ഈ ഒരു പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ നമുക്ക് പാലക്കാട് നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 5 to 6 കിലോമീറ്റർ, നമുക്കൊരു 10 മിനിറ്റ് കൊണ്ടൊക്കെ ധാരാളം പോയി വരാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. ഓലോക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ആയാലും ഒരു 15-20 മിനിറ്റിനുള്ളിൽ നമുക്ക് എത്താം. ലുലു മാളിലേക്ക് ആയാലും ഏകദേശം ഹാഫ് ആൻ അവറിനുള്ളിൽ തന്നെ നമുക്ക് എത്തിപ്പെടാൻ പറ്റും. ബെസ്റ്റായിട്ടുള്ള പാലക്കാട് കൊളപ്പള്ളി ഗുരുവായൂരൊക്കെ പോകുന്ന റൂട്ടിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. ഈ ഒരു വീടിന് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് 60 ലക്ഷം രൂപയാണ്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യുക, നമ്മളതെല്ലാം ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.